Hi everyone. In the previous section, we have studied about names, variables. In this section, we will study about the concept of binding. ബൈൻഡിങ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തോ ഒരു കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആണ്. യൂഷ്വലി ഉള്ള മീനിങ് തന്നെയാണ് ഈ പ്രോഗ്രാമിംഗ് കോണ്ടെക്സ്റ്റിലും വരുന്നത്. ബൈൻഡിങ് ഇസ് ആൻ അസോസിയേഷൻ, അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്, അതിൻ്റെ എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷനെയാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ, നമ്മളൊരു സമ്മ് പെർഫോം ചെയ്യുവാണെങ്കിൽ സം ഈക്വൽ ടു എ പ്ലസ് ബി, ആ സം എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ എന്ന് പറയാം. എന്നിട്ട് അതിൽ യൂസ് ചെയ്യുന്ന എയും ബിയും ആണ് സിമ്പിൾസ്. സോ ആ സമയത്ത് അവിടെ ഒരു ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള അസോസിയേഷനെയാണ് ബൈൻഡിങ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ആൻ ആട്രിബ്യൂട്ട് ആൻഡ് എൻ എൻറ്റിറ്റി ഓർ ബിറ്റ്വീൻ ആൻ ഓപ്പറേഷൻ ആൻഡ് എ സിമ്പിൾ. അപ്പോൾ ബൈൻഡിങ് ടേക്സ് പ്ലേസ് ചെയ്യുന്ന ആ സമയത്തിനെയാണ് വി റെഫർ ടു ആസ് ബൈൻഡിങ് ടൈം. അപ്പോൾ ബൈൻഡിങ്ങിൽ തന്നെ രണ്ട് വാല്യൂസ് ഉണ്ട്, ഒന്ന് എൽ വാല്യൂ, ഒന്ന് ആർ വാല്യൂ, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. എൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു വേരിയബിളിൻ്റെ എൽ വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്രസ്സാണ്. അതേ വേരിയബിളിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് ആ വേരിയബിൾ കൺസിസ്റ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അതാണ് അതിൻ്റെ എൽ വാല്യൂസും ആർ വാല്യൂസും. സോ ആ വേരിയബിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് ബൈൻഡിങ് ഹാപ്പൺ ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വി വിൽ ഫൈൻഡ് വാട്ട് ആർ ഓൾ ദ പോസിബിൾ ബൈൻഡിങ് ടൈംസ്. എപ്പോഴാണ് ബൈൻഡിങ് ഒക്കർ ചെയ്യുന്നത്? 5 സ്ഥലത്താണ് ബൈൻഡിങ് ഒക്കർ ചെയ്യുന്നത്. ആദ്യം ലാംഗ്വേജ് നമ്മൾ എടുത്ത് അതിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബൈൻഡിങ് ഒക്കർ ചെയ്യാം. രണ്ടാമത് ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ. മൂന്നാമത് കമ്പൈൽ ടൈമിൽ. നാലാമത് ലോഡിംഗ് ടൈം. ആൻഡ് അഞ്ചാമത് റൺ ടൈം. റൺ ടൈം എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ടൈം. സോ ആദ്യം ലാംഗ്വേജ് ഡിസൈൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഏത് ലാംഗ്വേജ് വെച്ചാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷൻസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഓപ്പറേറ്റർ സിമ്പിൾസും ഓപ്പറേഷൻസും ബൈൻഡ് ചെയ്യുന്നതാണ് യൂഷ്വലി നടക്കുന്നത്. സം എന്ന് പറയുന്നൊരു ഓപ്പറേഷനിൽ അതിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനൊക്കെ ബൈൻഡ് ചെയ്യാനാണ്, ഒരു അസോസിയേഷൻ നടത്താനാണ്. കാരണം അവർക്ക് കൺട്രോൾസ് വേണമല്ലോ. അപ്പോൾ ആ ഒരു അസോസിയേഷൻ നടത്താനാണ് ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ഡിസൈൻ ടൈമിൽ നമ്മൾ ബൈൻഡിങ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് എ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം. അതായത് നമുക്കൊരു ടൈപ്പ്, നമ്മളൊരു വേരിയബിൾ ഒരു ടൈപ്പ് കൊടുക്കണം. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് വി ആർ ഗിവിങ് എ മീനിങ് ടു ഇറ്റ്. ഒരു ഇൻറ്റീജർ ആവാം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവാം, ബൂളിയൻസ് ആവാം. അങ്ങനെ ആ ടൈപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ ടൈപ്പിന് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എയും ബിയും ഇൻറ്റീജറാന്ന് യൂസ് ചെയ്തിട്ട് എ പ്ലസ് ബി ചെയ്യുമ്പോൾ ആൻ ഓപ്പറേഷൻ ഇസ് ബീങ് പെർഫോംഡ് ആൻഡ് വി ആർ ഗിവിങ് എ റെപ്രസെൻറ്റേഷൻ ടു ഇറ്റ്. അപ്പോൾ ആ സമയത്താണ് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. തേർഡ് വൺ ഇസ് എ കമ്പൈൽ ടൈം. കമ്പൈൽ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പ്രോഗ്രാംസിൽ ഒരു ലെവൽ ലാംഗ്വേജിൽ നിന്ന് വേറൊരു ഹയർ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർഷനാണ് നടക്കുന്നത്. ആ സമയത്ത് ആ വേരിയബിളിൽ ഒരു ടൈപ്പിലേക്ക് ബൈൻഡ് ചെയ്യുവാണ്. സി ഓർ ജാവ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമ്പൈലേഷൻ പ്രോസസ്സ് ഉണ്ട്. എറേഴ്സ് ഫൈൻഡ് ചെയ്യുന്നത്, ഡീബഗിങ് ഒക്കെയാണ് ഇതിൽ നടക്കുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് യു ഹാവ് ഇസ് ഡ്യൂറിങ് ലോഡ് ടൈം. അതായത് നമ്മൾ ലോഡിങ് പഠിച്ചിട്ടുണ്ട്. എവിടെയുള്ള പ്രോഗ്രാമിനെ നമ്മൾ മെയിൻ എക്സിക്യൂഷൻ പോയിന്റിലേക്ക് ലോഡ് ചെയ്യുന്ന സ്ട്രാറ്റജിനെയാണ് നമ്മൾ ലോഡിങ് എന്ന് പറയാം. അപ്പോൾ ലോഡ് ടൈമിൽ നമുക്ക് ബൈൻഡിങ് നടക്കും. സോ ഒരു ഫോർട്രാൻ 7077 വേരിയബിളിൽ നമ്മൾ മെമ്മറിയിൽ സെല്ലിലേക്ക് ബൈൻഡ് ചെയ്യുന്നതിന് അവിടെ നമുക്ക് ബൈൻഡിങ് എന്ന് പറയാം. അതുപോലെ റൺ ടൈം എന്ന് പറയുന്നത് ഡ്യൂറിങ് എക്സിക്യൂഷൻ നമ്മളൊരു നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോക്കൽ വേരിയബിളിൽ മെമ്മറി സെല്ലിലേക്ക് ബൈൻഡ് ചെയ്യാം. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. നോൺ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് അല്ലാത്തൊരു ലോക്കൽ വേരിയബിൾ. ലോക്കൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് വി സേ വേരിയബിൾ ആസ് ലോക്കൽ. ഫംഗ്ഷൻ്റെ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് വി സേ ദാറ്റ് വേരിയബിൾ ആസ് ഗ്ലോബൽ. ഇവിടെ ലോക്കൽ വേരിയബിൾ ആണ്, അതിന് നമ്മൾ മെമ്മറിയിലോട്ടേക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ വി പെർഫോം ബൈൻഡിങ് ഡ്യൂറിങ് ദ റൺ ടൈം. നെക്സ്റ്റ് വി ഹാവ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്. സ്റ്റാറ്റിക്കും ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ആസ് നെയിം സജസ്റ്റ് പോലെ തന്നെ എക്സിക്യൂഷനിൽ സമയത്ത് തന്നെ, ബട്ട് അവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഡൈനാമിസിറ്റി എന്ന് പറയുമ്പം ചേഞ്ചസ് വരുന്നുണ്ട്. സോ ബൈൻഡിങ് ഇസ് സെറ്റ് ടു ബി സ്റ്റാറ്റിക്. ആദ്യം അത് ഒക്കർ ചെയ്യുന്നു റൺ ടൈമിന് മുൻപേ. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ റൺ ചെയ്യുന്നതിന് മുമ്പേ ബൈൻഡിങ് നടക്കുന്നു. എന്നിട്ട് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് അതിനൊരു ചേഞ്ചും വരത്തില്ല. ആ ബൈൻഡിങ് റിമെയിൻസ് ദ സെയിം. അതാണ് സ്റ്റാറ്റിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുമ്പം എക്സിക്യൂഷൻ സമയത്ത് തന്നെ ആദ്യം ഒക്കർ ചെയ്യും. അതുപോലെ തന്നെ
ആദ്യമേ ഒക്കർ ചെയ്യും. അതുപോലെ തന്നെ പ്രോഗ്രാം ഫുൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ നമുക്ക് ബൈൻഡിങ് ചേഞ്ചസ് വരികയും ചെയ്യും. സോ ചേഞ്ച് വരുമ്പോഴാണ് അത് ഡൈനാമിസിറ്റി പ്രോപ്പർട്ടി അതിൽ ഇൻവോൾവ് ആവുന്നത്. ചേഞ്ചസ് വരാത്ത കേസസിലാണ് നമ്മൾ സ്റ്റാറ്റിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ചേഞ്ച് വരുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് ഡൈനാമിക് ബൈൻഡിങ്. അതായത് എപ്പോഴും നമ്മളൊരു ഓപ്പറേഷനും സിമ്പിൾസിനും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നത് ഡൈനാമിക്കലിയും സ്റ്റാറ്റിക് സമയത്തും ചെയ്യുന്നതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ വി സേ ദ ടൈപ്പ് ബൈൻഡിങ്. ടൈപ്പ് ബൈൻഡിങ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്, നമുക്കിപ്പോൾ ടൈപ്സ്, ഡാറ്റ ടൈപ്സ് ഒക്കെ നിങ്ങൾ നെക്സ്റ്റ് അപ്കമിങ് മോഡ്യൂൾസിൽ പഠിക്കും. ഇൻറ്റീജർ ടൈപ്പാണോ, ഫ്ലോട്ടിംഗ് ടൈപ്പാണോ, ബൂലിയൻ ആണോ, ഡബിൾ ടൈപ്പാണോ, ക്യാരക്ടർ ടൈപ്പാണോ, അപ്പോൾ ഏത് ടൈപ്പ് എന്നാണ് സ്പെസിഫൈ ചെയ്തത്. സോ ഹൗ എ ടൈപ്പ് ഇസ് ഗോയിങ് ടു ബി സ്പെസിഫൈഡ്, എന്നിട്ട് എപ്പോഴാണ് ബൈൻഡിങ് നടക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി സ്റ്റാറ്റിക് സമയത്താണെങ്കിൽ നമ്മൾ ടൈപ്പ് ആദ്യമേ സ്പെസിഫൈ ചെയ്യണം. അതിന് എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷനോ ഇംപ്ലിസിറ്റ് ഡിക്ലറേഷനോ ആവാം, ബട്ട് പ്രൊവൈഡഡ് വി ഷുഡ് സ്പെസിഫൈ ദ ടൈപ്പ് ഫസ്റ്റ്. ആദ്യം തന്നെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം സ്റ്റാറ്റിക് ആണെങ്കിൽ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബൈൻഡിംഗ് എന്ന് ആ ഒരു പ്രോഗ്രാം സിനാരിയോ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ സ്റ്റാറ്റിക് ബൈൻഡിംഗ് ആണോ ഡൈനാമിക് ബൈൻഡിംഗ് ആണോ എന്ന്. സോ ഇതിൽ തന്നെ എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷനോ ഇംപ്ലിസിറ്റ് ഡിക്ലറേഷനോ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോലെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ടൈപ്സ് വെച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇപ്പം ഇൻറ്റ് എ കോമ ബി എന്ന് പറയുന്നത് എയും ബിയും എന്നുള്ള വേരിയബിൾസ് നമ്മൾ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. സോ വി ആർ പെർഫോമിങ് ഡിക്ലറേഷൻ യൂസിങ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഡിക്ലെയറിങ് ദ ടൈപ്സ് ഓഫ് വേരിയബിൾ. അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള മെക്കാനിസം. നമുക്ക് എല്ലാ വേരിയബിൾസിൻ്റെ ടൈപ്പും സ്പെസിഫൈ ചെയ്യാം. അതാണ് ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്പ് എക്സ്പ്ലിസിറ്റായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് അത് ഡിഫോൾട്ടായിട്ടുള്ള മെക്കാനിസമാണ്. സോ നമുക്കിവിടെയുള്ള ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ തരുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത് പേൾ, ബേസിക്, PL/i ആൻഡ് ഫോർട്രാൻ ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റൈറ്റബിലിറ്റി. പ്രോഗ്രാം നിങ്ങൾ എഴുതുമ്പോൾ തന്നെ മനസ്സിലാക്കും റൈറ്റബിൾ ആണ്. അതുപോലെ തന്നെ റീഡബിലിറ്റിയും വെൽ ആൻഡ് ഗുഡ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിലയബിലിറ്റി. അതായത് പേളിൽ വെച്ച് ലെസ് ട്രബിൾ ആണ്, ബാക്കിയെല്ലാം വെച്ച് റിലയബിലിറ്റി വളരെ കുറവാണ്. നെക്സ്റ്റ് യു ഹാവ് ഡൈനാമിക് ടൈപ്പ് ബൈൻഡിങ്. ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഡൈനാമിക് ടൈപ്പ് ബൈൻഡിങ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിലും PHPയിലും ഇൻവോൾവ് ആണ്. സോ ഇവിടെ നിങ്ങൾക്കൊരു ജാവാസ്ക്രിപ്റ്റിൽ ഒരു എക്സാമ്പിൾ കാണാം. ലിസ്റ്റ് ഇസ് ഈക്വൽ ടു 2, 4.33, 6,8. ഇതൊരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ലിസ്റ്റ് ഇസ് ഈക്വൽ ടു 17.3. സോ നമ്മളിത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ലിസ്റ്റ് ഇവിടെ നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എറർ ഡിറ്റക്ഷനും കോസ്റ്റും. എറർ ഡിറ്റക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കമ്പൈലേഷൻ കൂടി നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കോസ്റ്റും, കാരണം ഡൈനാമിസിറ്റി വരുമ്പോൾ തന്നെ കോസ്റ്റ് കുറച്ച് അധികവും ആവാം. നെക്സ്റ്റ് യു ഹാവ് ദ വേരിയബിൾ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കുറച്ച് വേരിയബിൾസിനെ പറ്റി പഠിച്ചിരുന്നു. അതിൻ്റെ ഇടയിലാണ് ബൈൻഡിങ് വന്നത്. ഇനി വേരിയബിൾസിൻ്റെ തന്നെ ബാക്കി കണ്ടിന്യൂഷനാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യമാണ് ടൈപ്പ് ഇൻഫറൻസിങ്. ടൈപ്പ് ഇൻഫറൻസിങ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പം A=B എന്നൊക്കെ പറയുമ്പോൾ അത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എയും ബിയും ഇൻറ്റീജറായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ എയും ബിയും ആഡ് ചെയ്തിട്ട് ആ വാല്യൂ സിയിലേക്ക് കൊടുക്കുമ്പോൾ സിയും ഓഫ് കോഴ്സ് അത് ഇൻറ്റീജറാണ്. സോ ആ സമയത്താണ് ആ സി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ വി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ റെഫറൻസ്. അവിടെ അഡീഷൻ ആണ് നടക്കുന്നത്, ഇൻറ്റീജർ അഡീഷൻ ആണ്. അതനുസരിച്ച് നമ്മൾ ആ സിനാരിയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിളിന് വാല്യൂസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് യു ഹാവ് സ്റ്റോറേജ് ബൈൻഡിങ് ആൻഡ് ലൈഫ് ടൈം. അതിൽ തന്നെ അലോക്കേഷനും ഡീഅലോക്കേഷനും വരുന്നുണ്ട്. നമ്മൾ പുതിയതായിട്ടൊരു വേരിയബിൾ യൂസ് ചെയ്യുമ്പം അതിന് മെമ്മറിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യും. സോ വി ആർ ഗെറ്റിംഗ് എ സെൽ ഫ്രം സം പൂൾ ഓഫ് അവൈലബിൾ സെൽസ്. മെമ്മറിയിലുള്ള സെൽസിന് നമുക്ക് ആവശ്യമായ ആ ഒരു വേരിയബിൾ എത്ര സൈസാണ്, അത് അലോക്കേറ്റ് ചെയ്യാൻ എത്ര മെമ്മറി വേണം, ആ പ്രോസസ്സിനാണ് അലോക്കേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്ത വേരിയബിൾ ഇനി വേണ്ട, നമുക്ക് ആ വേരിയബിൾ ഇനി ആവശ്യമില്ല എന്ന് അറിയുമ്പോൾ നമുക്കത് മെമ്മറിയിൽ നിന്ന് ഡീഅലോക്കേറ്റ് ചെയ്യാം. ആ പ്രോസസ്സിനാണ് ഡീഅലോക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു വേരിയബിളിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് അത് ആ ഒരു പർട്ടിക്കുലർ മെമ്മറി സെല്ലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാം എക്സിക്യൂഷൻ മൊത്തമായും തീരുന്ന സമയത്താണ് വി സേ എ വേരിയബിൾ ഈസ് ഹാവിങ് ഇറ്റ്സ് ലൈഫ് ടൈം. ഏതൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെമ്മറി സെല്ലിന് അത് ആക്വയർ ചെയ്യാൻ പറ്റും. അത് മെമ്മറി സെല്ലിൽ കൊടുക്കാനും ആ കൊടുത്ത മെമ്മറി സെല്ല്
ഡീആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സുമാണ് നമ്മൾ അലോക്കേഷൻ ആൻഡ് ഡീ അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ ആ വേരിയബിളിന് ആ ഒരു പ്രോഗ്രാം കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ ലൈഫ് ടൈം ഉണ്ടാവും. ആ പ്രോഗ്രാം തീരുമ്പം അതിൻ്റെ ലൈഫും തീരും. നെക്സ്റ്റ് യു ഹാവ് കാറ്റഗറീസ് ഓഫ് വേരിയബിൾസ് ബൈ ലൈഫ് ടൈം. ഇനി അതിൽ തന്നെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഉണ്ട്, സ്റ്റാക്ക് ഡൈനാമിക്കും ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പം മെമ്മറി സെൽസിൽ ബൗണ്ടാണ്, അതായത് എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് അത് മാറുമില്ല. ബട്ട് ഡൈനാമിക് കേസിൽ മാറും. നമ്മൾ ബൈൻഡിങ് പറയുമ്പോൾ ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിക് വേരിയബിൾസ് അല്ലെങ്കിൽ അതിന് മെമ്മറി സെൽസ് ആദ്യമേ ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് വിൽ നോട്ട് പെർഫോം എനി ചേഞ്ചസ് and it remains bound to the same memory cell throughout the execution. You can see the examples, that is Fortran 77 variable, C static variable, all can perform this particular type of variable lifetime. You can see the advantage and disadvantage. Advantage is that you can perform direct addressing, that is it is efficiency. Since we are considering only static കേസ്, നമുക്ക് ഒരു മെമ്മറി തന്നെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആണ്. ആൻഡ് ഓൾസോ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ ചെറിയ സബ് പ്രോഗ്രാംസിനൊക്കെ വളരെയധികം സപ്പോർട്ടീവാണ്. ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഇങ്ങനെ തന്നെ നമ്മൾ മെമ്മറി സെല്ലിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് റിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. റിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അതേ ഫംഗ്ഷനെ തന്നെ മോർ ദാൻ വൺസ് വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നു. സോ ആ സമയത്തുള്ള മെമ്മറി സെല്ലിൻ്റെ യൂസേജ് നമുക്ക് പറയാൻ പറ്റില്ല. So that is why we cannot perform recursion using static variable. That is a disadvantage. Next category you have is stack dynamic. Stack dynamic എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോറേജ് ബൈൻഡിങ്സ് എല്ലാം ആദ്യം തന്നെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് സമയത്ത് തന്നെ നമ്മൾ റിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് സ്കെയിലാറാണ്, അതൊരു മെഷറബിൾ പോലെ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ എല്ലാ അഡ്രസ്സും നമ്മൾ തന്നെ സ്റ്റാറ്റിക്കലി ബൗണ്ട് ചെയ്യണം. ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും അത് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് പോയിന്റ് കാണാം, ലോക്കൽ വേരിയബിൾസ് ഇൻ സി സബ് പ്രോഗ്രാംസ് ആൻഡ് ജാവ മെത്തേഡ്സ്. സോ ഈ സബ് പ്രോഗ്രാംസിൽ സിയിലെ സബ് പ്രോഗ്രാംസും ജാവയിലുള്ള ഫങ്ഷണൽ മെത്തേഡ്സൊക്കെ സ്റ്റാറ്റിക്കലി ബൗണ്ട് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും അത് തനിയെ ബൈൻഡ് ചെയ്യും, കാരണം ഇത് ഡൈനാമിക് പ്രോപ്പർട്ടി കൂടി ഇൻവോൾവ് ഉള്ളതാണ്. ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിക്കേഷൻ അലൗ ചെയ്യും, അതുപോലെ സ്റ്റോറേജ് കൺസേർവ് ചെയ്യാനും പറ്റും. ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ദ ഓവർ ഹെഡ് ഓഫ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ. കാരണം ഡൈനാമിക് പ്രോപ്പർട്ടി ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓരോ സമയത്തും അതിൻ്റെ സ്റ്റോറേജിനെ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അലോക്കേഷനും ഡി അലോക്കേഷനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഹിസ്റ്ററി സെൻസിറ്റീവ് ആണ്. സബ് പ്രോഗ്രാംസ് കനോട്ട് ബി ഹിസ്റ്ററി സെൻസിറ്റീവ്. അതായത് നമ്മുടെ സബ് പ്രോഗ്രാംസ് ആണെങ്കിലും നമ്മൾ ഡൈനാമിക്കലി ഇങ്ങോട്ട് ലോഡ് ചെയ്ത് കൊണ്ടുവരാണ് ടു ദ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ആൻഡ് ഓൾസോ ഇൻഎഫിഷ്യൻറ്റ് റെഫറൻസസ്, ദാറ്റ് ഇസ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. സ്റ്റാറ്റിക്കിൽ നമ്മൾ കണ്ടു വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് മെമ്മറി സെല്ല് കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് അഡ്രസ്സിങ് ആണ്. ബട്ട് ഇവിടെ എക്സിക്യൂഷൻ സമയത്ത് ഡൈനാമിക്കലി ആയിട്ടാണ് ബൈൻഡിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ് റെഫറൻസസ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് അങ്ങനെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് യു ഹാവ് എക്സ്പ്ലിസിറ്റ് ഹീപ്പ് ഡൈനാമിക്. നേരത്തെ സ്റ്റാക്ക് ഡൈനാമിക് ആയിരുന്നു. സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വരുന്ന എലിമെൻറ്റ് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഔട്ട് ആവുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചറാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചറാണ് സ്റ്റാക്കിന് വരുന്നത്. ആദ്യം കയറിയില്ല. ഇപ്പം നമ്മളൊരു കുറേ ബുക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അട്ടിക്ക് വെക്കുമ്പം നമ്മൾ ഏറ്റവും മേലത്തെ ബുക്ക് എടുക്കാനായി ഏറ്റവും ആദ്യം വെച്ച ബുക്കായിരിക്കും നമുക്ക് ഏറ്റവും മേലെന്ന് ആദ്യം എടുക്കാൻ പറ്റുക. ദാറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ക്യൂ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് സ്റ്റാക്ക്. സോ അവിടെ നമ്മൾ സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഇസ് എ ഡാറ്റ സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ഹീപ്പാണ് യൂസ് ചെയ്യുന്നത്. ഹീപ്പും അനദർ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. ഹീപ്പ് വിൽ ഹെൽപ്പ് യു ഇൻ ഇൻഡെക്സിങ്, റെഫറൻസിങ്, പോയിന്റേഴ്സ്, അതിനൊക്കെ ഹീപ്പ് യൂസ് ചെയ്യാം. ഹീപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിന്റേഴ്സ് ഒക്കെ നെക്സ്റ്റ് മോഡ്യൂൾസിൽ അപ്കമിങ് മോഡ്യൂൾസിൽ പഠിക്കും. ഇവിടെ ഹീപ്പ് ഡൈനാമിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അലോക്കേഷനും ഡീലൊക്കേഷനും പേർപ്പസിനുമാണ്. അതുപോലെ തന്നെ പ്രോഗ്രാമർ സ്പെസിഫൈ ചെയ്യുന്ന പോലെ ഉള്ള ആവശ്യങ്ങൾ ചെയ്യാനും കൂടിയിട്ടാണ്. സോ വി ഫോക്കസ് ഓൺ പോയിന്റേഴ്സ് ആൻഡ് റെഫറൻസസ്. അതായത് ഈ ന്യൂ ആൻഡ് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ന്യൂ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു മെമ്മറി സെൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിലീറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത മെമ്മറി സെൽ നമുക്ക് റീ അലോക്കേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഡീ അലോക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. സോ അവിടെ ഡൈനാമിസിറ്റി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഹീപ്പ് യൂസ് ചെയ്യുന്നത്. ഹീപ്പ് ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഇപ്പം അത്രയും തൽക്കാലത്തേക്ക് അറിഞ്ഞാൽ മതി. ആൻഡ് നമ്മൾ നെക്സ്റ്റ് അപ്കമിങ് സെക്ഷനിൽ നമ്മൾ ഹീപ്പിനെയും ബാക്കിയുള്ള ഡാറ്റ സ്ട്രക്ചറിനെ പറ്റി കൂടുതൽ ഫെമിലറൈസ്ഡ് ആവും. ഇവിടെ ഹീപ്പാണ് ഡാറ്റ സ്ട്രക്ചർ.
ആൻഡ് ഓൾസോ അഡ്വാൻറ്റേജസ് ദാറ്റ് ഹീപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് സ്റ്റോറേജ് മാനേജ്മെൻറ്റ് തരാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ അത്രയും ഡൈനാമിസിറ്റി തരുന്നത് കൊണ്ട് തന്നെ അത് എല്ലാ കോണ്ടെക്സ്റ്റിലും അത് എഫിഷ്യൻ്റ് ആവണമെന്നില്ല. കാരണം സ്റ്റാറ്റിക് കണ്ടീഷനിൽ ഇത് എഫിഷ്യൻ്റ് ആവില്ല. ഹെൻസ് ഇറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് അൺറിലയബിൾ. നെക്സ്റ്റ് വരുന്നത് ഇംപ്ലിസിറ്റ് ഹീപ്പ് ഡൈനാമിക്. നേരത്തെ എക്സ്പ്ലിസിറ്റ് ആയിരുന്നു, നമ്മൾ ഡിക്ലറേഷൻ കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതാണ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് എന്ന് വരുന്നത്. ഇവിടെ അലോക്കേഷനും ഡി അലോക്കേഷനും അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നമ്മൾ ഈക്വൽ ടു വെച്ച് അസൈൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് ടൈപ്പ് ഇൻഫർ ചെയ്യാൻ പറ്റും. ഇവിടെ APL എന്നുള്ള പ്രോഗ്രാം ലാംഗ്വേജസിൽ ഈ ഇംപ്ലിസിറ്റ് ഹീപ്പ് ഡൈനാമിസിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്ട്രിങ്സിലും അറേസിലും ഇൻ പേൾ ലാംഗ്വേജും ജാവാസ്ക്രിപ്റ്റിലും ഇത് അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എറർ ഡിറ്റക്ഷനിൽ ലോസും വരും, ഇൻഎഫിഷ്യൻറ്റും ആണ്. കാരണം ഡൈനാമിക്സിറ്റി ആണ്, ഇംപ്ലിസിറ്റ് ഡിക്ലറേഷനും ആണ്, അതുപോലെ തന്നെ ഹീപ്പ് ബേസ്ഡ് ഡാറ്റ സ്ട്രക്ചറും കൂടി ആയതുകൊണ്ടാണ് അത് എറർ ഡിറ്റക്ഷനിലും ഡൈനാമിക് ആയതുകൊണ്ടാണ് ഇൻഎഫിഷ്യൻറ്റും ആവുന്നത്. സോ ഇത്രയാണ് ബൈൻഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് സെക്ഷൻ. താങ്ക് യു.